CPM-ന് വേണ്ടി ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു PR കമ്പനിയുടെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. ആ ഒരു PR കമ്പനി പറയുന്നത് പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ഉദ്ദേശിക്കുന്നതെങ്കിൽ 30 സീറ്റുകൾ പോലും ലഭിച്ചേക്കില്ല എന്നുള്ളത്. പരമാവധി ലഭിക്കാൻ പോകുന്ന 30 സീറ്റുകളായിരിക്കും, അതുപോലും ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ നിന്നാൽ ചിലപ്പോൾ CPM-ന് പോലും അറിയാവുന്ന കാര്യമാണ് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തമാശയായി തോന്നിയത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മരുമകനെ, അതായത് മുഹമ്മദ് റിയാസിനെ ഉയർത്തി കാണിച്ചാൽ ചിലപ്പോൾ വിജയം ഉറപ്പാക്കാൻ സാധിച്ചേക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു PR കമ്പനി അമ്മായിയപ്പനെതിരെ മരുമകൻ തന്നെ കൊണ്ടുവന്ന ഒരു പാരയാണോ എന്ന് സംശയിച്ചാൽ നമുക്ക് അതിന് തെറ്റു പറയാൻ സാധിക്കുമോ? പക്ഷേ ഈ PR കമ്പനി ഡൽഹി ആസ്ഥാനമാക്കിയുള്ളതാണെന്നല്ലേ പറയുന്നത്. ഡൽഹിയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മറ്റൊരാളുണ്ട് CPM-ൽ, അറിയാമല്ലോ, സഖാവ് MA ബേബി. ഈ MA ബേബി എന്ന് പറയുന്നത് ഒരു നിശബ്ദനായി നിന്ന് പണി കൊടുക്കുന്ന ഒരു നേതാവെന്നാണ് ഇതുവരെയുള്ള എൻ്റെ കേട്ടറിവ്, എൻ്റെ വായിച്ചറിവ്. അപ്പം ഈ പറയുന്ന സഖാവ് ബേബി തന്നെ ചെയ്തതായിരിക്കും. MA ബേബി എന്ന പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ഈ PR ഏജൻസിയെ കൊണ്ട് പറയിക്കുന്നതാണോ? കാര്യം ബേബിക്ക് നേരിട്ട് പറയാനായിട്ട്, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് കേരള ഘടകമോ, അവരുടെ കേരള ഘടകം സെൻട്രൽ കമ്മിറ്റിയിലെ CC-യിലുള്ള കേരള ഘടകത്തിനോ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർ തന്നെ. അല്ലാതെ ഈ പാർട്ടിക്ക് ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്ത് ആൾക്കാരാണ് ഉള്ളത്? ബംഗാളിൽ ആളില്ല, ത്രിപുരയിൽ ആളില്ല, വേറെ ഏത് ജില്ലയിലുണ്ട്? തമിഴ്നാട്ടിൽ നിന്ന് ആളുണ്ടോ? ഇല്ല. അപ്പോൾ ബേബിയാണ് ഇതിനകത്ത് ഈ പറയുന്ന PR ഏജൻസിയെ കൊണ്ട് പറയിച്ചത്. കാര്യം എനിക്ക് തോന്നുന്നില്ല മുഹമ്മദ് റിയാസ് പറയിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ബേബിയെ സംബന്ധിച്ച് ബേബിക്ക് പറയാൻ, ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ കേട്ടറിവെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ജില്ലകൾ VS വളരെ ശക്തി പ്രാപിച്ചു വരുന്നൊരു സമയമുണ്ട്. VS പാർട്ടിയുമായി അകന്ന് പിന്നീട് VS ശക്തി പ്രാപിച്ചിരുന്ന സമയത്ത് VS-ന് വേണ്ടി ഡൽഹി ഇരുന്നുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ്റെ ഫോണിൽ, അല്ലെങ്കിൽ ഒരു പത്ര ഓഫീസിലെ ഫോൺ ഉപയോഗിച്ച് കേരളത്തിലെ പല ജില്ലകളിലെയും സഖാക്കളെ VS-നൊപ്പം നിർത്താനായി VS-ന് വേണ്ടി പടയൊരുക്കം നടത്തിയ വ്യക്തിയാണ് ബേബി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ബേബി ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പക്ഷേ നമ്മൾ സാധാരണക്കാർ പൊതുസമൂഹം വിശ്വസിക്കുന്ന കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഖമാണ് കാണിച്ചുകൊണ്ട് വോട്ട് തേടാനായിട്ടുള്ള അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് പോലും താല്പര്യമില്ല. അതെ, തീർച്ചയായിട്ടും അവർക്ക് പോലും അതിന് വലിയ താല്പര്യമില്ല. നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇവിടെ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട്. കാരണം പണ്ട് എങ്ങനെയാണോ VS-നെ കളഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണോ VS-നെ മാറ്റിയിരുത്തിയത്, അതുപോലെ തന്നെയാണ് പിണറായി വിജയനെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വേട്ടയാടാനുള്ളൊരു നീക്കം CPM-ന്റെ ഭാഗത്തുനിന്ന്. അതായത് ഈ ഒരു PR കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ വികസന ഭരണ പരിഷ്കരണ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മാർഗനിർദ്ദേശകനാക്കി മാത്രം പിണറായി വിജയനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി എന്നാണ് ഈ ഒരു PR കമ്പനി പറഞ്ഞു വെക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ മുൻപിൽ നിന്ന് നയിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നയിക്കും, അദ്ദേഹം തന്നെ ഇരട്ടച്ചങ്കൻ എന്നും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പല വിളിപ്പേരുകൾ കൊണ്ടും പ്രസിദ്ധമായ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചാൽ കപ്പിത്താൻ കാരണം ഈ ഒരു കപ്പൽ മുങ്ങാതെ വീണ് തിരിച്ചു പൊങ്ങി വരുമെന്ന് പറയുന്ന പലരുടെയും ഒരു തിരിച്ചടിയായി, പലർക്കും ഒരു തിരിച്ചടിയായി തന്നെയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇവിടെ പറയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന നേതാക്കന്മാർ ഇവർ മത്സരിപ്പിക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന പലരെയും മത്സരിപ്പിക്കരുത് എന്നാണ് ഈ ഒരു PR ഏജൻസി പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവർ മാറ്റി നിർത്തിയ കുറച്ച് ആളുകളുണ്ട്, അതായത് M സ്വരാജിനെ പോലെ, അല്ലെങ്കിൽ P സരിനെ പോലെ. പക്ഷെ ഇവരെയൊക്കെ രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന MM മണിയെ പോലെ, അല്ലെങ്കിൽ സജി ചെറിയാനെ പോലെ, വീണ ജോർജിനെ പോലെ, ബാലനെ പോലെ, വിജയരാഘവനെ പോലെ, അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരും ഇവർ നിർത്തിയിരിക്കുന്ന ഒരു ഭൂരിഭാഗം നേതാക്കന്മാരെ മാറ്റി നിർത്തണമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവരൊക്കെ തന്നെ മത്സരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഈ നേതാക്കന്മാരെല്ലാം തന്നെയും വലിയ വൻമരങ്ങളാണ്. ഈ വൻമരങ്ങളെല്ലാം കടപുഴകി ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ധർമ്മടത്ത് തോറ്റുപോകുമെന്ന് നമ്മൾ പോലും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരി ഓരോ നേതാക്കന്മാരോടും, പിണറായി വിജയനോട് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരോടും ഒരു പ്രത്യേകതരം വിരുദ്ധത ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പാർട്ടി ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജികളൊന്നും മാറ്റാൻ വേണ്ടി. കാരണം കുറെ വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നോ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും CPM തെരഞ്ഞെടുപ്പുകളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ മുസ്ലിം വോട്ടിന്റെ കുറവ് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും. കാര്യം മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി നടത്തിയില്ലേ, അത് കഴിഞ്ഞ തവണ ഇവർക്ക് ഇത്രയും സീറ്റ് കിട്ടുന്നതിന് നേരം കോഴിക്കോട്, കണ്ണൂർ, വയനാട്, ഇങ്ങനെ ഈ ജില്ലകളിലൊക്കെ തന്നെ മുസ്ലിം വോട്ട്, ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭയങ്കരമായിട്ട് ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും കിട്ടി. പക്ഷേ ഇത്തവണ അത് കിട്ടില്ല. കാര്യം മലപ്പുറം പരാമർശം അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ
ഇടയില്ല. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് മെസ്സി വിഷയമുണ്ട്. മെസ്സി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാറ്റലൈറ്റ് ചാനലുമായി ചേർന്നുകൊണ്ട് കച്ചവടം ഉറപ്പിക്കലും മെസ്സി വരുന്നു എന്ന് പറഞ്ഞു പറ്റിക്കലും പിന്നീട് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ടുവന്നതും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ജനം അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പിന്നെ വെള്ളാപ്പള്ളി, പിന്നെ സജി ചെറിയാൻ്റെ പരാമർശങ്ങളുണ്ട്, പിന്നെ മരുമകനും അമ്മാവനും കൂടെയൊക്കെ മരുമകൻ ഈ റീൽസ് ഇട്ടും കൊണ്ടൊക്കെ ഹൈവേയിൽ കാണിച്ച അപ്പോൾ ഹൈവേ പാളിച്ചകൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ, പിന്നെ രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഇതൊന്നും ജനം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനുള്ള സാധ്യതയില്ല. ഇതെല്ലാം പിന്നെ രണ്ടാമത് ഈ ന്യൂനപക്ഷ വോട്ട് തീർച്ചയായിട്ടും CPM ബാധിക്കും. പിന്നെ ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് ശബരിമല ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി, അതും വൻ വീഴ്ചയെ പാളിച്ചയായി. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള PR കമ്പനികളെ കൊണ്ട് കളിക്കാമെന്ന്. PR ആണ് ഈ സർക്കാരിനെ നയിച്ചുകൊണ്ടിരുന്നത്. ആ സർവ്വ PRകളും ഇദ്ദേഹത്തിനെ കൊണ്ട് കുഴി ചാടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഹർഷ പറഞ്ഞതുപോലെ ഈ നമ്മൾ കർമ്മ അല്ലെങ്കിൽ മുൻകടം പിൻകടം, അദ്ദേഹവും അന്ന് അദ്ദേഹത്തിനൊപ്പം ഈ പാർട്ടിയിലുള്ളവരും എങ്ങനെയാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ ഒതുക്കി. കാര്യം രണ്ടാമതൊരിക്കൽ കൂടെ ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് VSനെ കൂടെ കാണിച്ചുകൊണ്ടാണ് വോട്ട് തേടിപ്പോയത്. അദ്ദേഹത്തിന് ഒരു 6 മാസം പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് രണ്ടാം തവണ ഇദ്ദേഹത്തിന് വോട്ട് കൊടുത്തത്. 3-ാം തവണ ജയിച്ചത് അവർ പോലും പ്രതീക്ഷിക്കാതെയാണ് 3-ാം തവണ വന്നത്. അപ്പോൾ ഈ ഇപ്പം മരുമകനെ തന്നെ, ഈ മുഹമ്മദ് റിയാസിനെ തന്നെ അദ്ദേഹം മരുമകനായി കൂടെ നിർത്തിയതും ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനം, ന്യൂനപക്ഷ വോട്ട് അത് അങ്ങനെ കിട്ടട്ടെ എന്നുകൂടെ കരുതിക്കൊണ്ട് തന്നെ, മകൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, പാർട്ടിയിലെ യുവ നേതാവ് എന്ന രീതിയിൽ ഒരു പരിഗണനയ്ക്കപ്പുറം മലപ്പുറം ഇപ്പം ബേപ്പൂർ അദ്ദേഹം മത്സരിക്കുന്നു. ബേപ്പൂർ പോലൊരു സ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അവിടെയാണ് PV അൻവർ ഇപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം പരാമർശം തുടങ്ങി ന്യൂനപക്ഷങ്ങളെ പറഞ്ഞത്, ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാനായി ശ്രമിച്ചത് NSS കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ഇന്നിപ്പോ ഭരണത്തിൽ ഇപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നു, നാളെ ഈ ഭരണം പോകുമെന്നൊരു കാറ്റ് ചെറുതായിട്ട് വീശി തുടങ്ങുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളൊക്കെ മാറും. വെള്ളാപ്പള്ളി നടേശൻ വേണമെങ്കിൽ വോട്ട് പിന്നെ തോറ്റു, അല്ലെങ്കിൽ അന്ന് തന്നെ ഭരണം പോയി തീർന്നു, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് എണ്ണുന്നു, അപ്പോൾ തന്നെ CPMന്റെ ഭരണം കഴിയുന്നു എന്നൊരു വന്നാൽ വെള്ളാപ്പള്ളി അപ്പോൾ പറയും ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് വെള്ളാപ്പള്ളി പറയും. അതാണ് വെള്ളാപ്പള്ളിയുടെ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഇദ്ദേഹം തോളിൽ കയറ്റിടുന്നാൽ, അതുപോലെ വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യില്ല ഒരിക്കലും. അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു വീണ ജോർജിനെ നിർത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കാണിക്കുന്ന ചില ഒരുപാട് നമ്പറുകളൊക്കെ കൊണ്ടോ ഒന്നും, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള CPM, കേരളത്തിൽ മാത്രമുള്ള CPM ഒരു വേള ഭരണത്തിൽ ഇനി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ പോയത് ഈ പാർട്ടി പോയത്, അതുപോലെ പടുകുഴിയിലേക്ക് പോകും എന്നുള്ളതിൻ്റെ കാര്യം. ബേബി ആണ് ഈ പാർട്ടിയുടെ അവസാന ജനറൽ സെക്രട്ടറി എന്ന് വരെ പറയുന്നവരുണ്ട്. ബേബിയോടുകൂടി ഈ പാർട്ടി കഴിയുമെന്ന്. അപ്പോൾ ബേബിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായി കാണിച്ചാൽ എത്രത്തോളം യേശുവെന്ന് ഹർഷ തന്നെ ആലോചിച്ചു. അതെ, അത് വളരെയധികം വളരെ ബാലിശമായ ഒരു റിപ്പോർട്ടായി പോയി നമുക്ക് പറയേണ്ടി വരും. അതെ, അതുപോലെ തന്നെ CPMനെ ഇപ്പോൾ നമുക്കറിയാം, പല പ്രശ്നങ്ങളും വരുമ്പോഴും CPMനെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയിരുന്നത് പല സൈബർ പോരാളികളുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊന്നും തന്നെയും രംഗത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് കാരണമുണ്ട്. ഈ പറയുന്നവർ എത്രത്തോളം ഇവരെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നു, അതിനെ ന്യായീകരിക്കും, തൊട്ടു പിന്നാലെ അടുത്തത് വരുന്നു, അതിനെ ന്യായീകരിക്കുന്നു. തുടർച്ചയായി ഇത് വരുമ്പോൾ ന്യായീകരിക്കാൻ ക്യാപ്സ്യൂളുകൾ പോലും കിട്ടാതെ വരുമ്പോഴാണ് പലരും പിന്നോട്ട് വലിയുന്നത്. അങ്ങനെ പല സൈബർ പേജുകളും ഇപ്പോൾ വലിയ രീതിയിൽ സജീവമല്ലാതെ നിർജീവമായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയും കൃത്യമായി CPMലെ പ്രവർത്തകരെയും ഒരു തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു തളർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMന് നിർണായകമായിരിക്കും. ബാക്കിയുള്ള എല്ലാ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസിനെ നമ്മൾ പറയുമ്പോൾ കോൺഗ്രസിനേക്കാൾ ഉപരി CPMന് അതൊരു നിർണായകമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി കിടന്ന് എത്ര പരിശ്രമിച്ചാലും ഈ പറയുന്ന 30 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അത്ഭുതം എന്ന് പറയേണ്ടി വരും. 30 സീറ്റിലെങ്കിലും അവർ വിജയിക്കുകയാണെങ്കിൽ.